അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൊല്യൂഷൻ ടു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ് യൂസിങ് ഏത് മെത്തേഡ് മെട്രിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ ടു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. സൊല്യൂഷൻ ടു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. നമുക്ക് ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ ഇത് പറഞ്ഞു തരാം. കംപ്ലീറ്റ് കൺസെപ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഒരു ക്വസ്റ്റ്യൻ പറയാം. അപ്പോൾ യൂസിങ് പല മെത്തേഡുകളുണ്ട് കേട്ടോ. യൂസിങ് നമുക്ക് സിംപ്ലി, അതായത് നമ്മൾ വേരിയബിൾസ് ഒക്കെ ഈക്വൽ ആക്കിയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് വേരിയബിൾസ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ സിമ്പിൾ ബേസിക് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു വരുന്ന മെത്തേഡ്. എന്നാൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. സോൾവ് ദ (4x minus 3y equal to 11 3x plus 7y equal to -1 ഈ രണ്ടെണ്ണമാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ തന്നിട്ടുള്ള സിസ്റ്റത്തിനെ എന്താക്കിയിട്ട് എഴുതും? മെട്രിക്സ് ഇക്വേഷൻ ആക്കിയിട്ട് എഴുതും. അപ്പൊ അതെങ്ങനെ എഴുതാന്ന് ശ്രദ്ധിച്ചോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെന്തായിട്ട് എഴുതും? മെട്രിക്സ് ഇക്വേഷന്റെ രൂപത്തിൽ എഴുതും. മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതും. കാണിച്ചു തരാം. അപ്പോൾ എന്താ ദിസ് system can be represented as. ഈ സിസ്റ്റത്തിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ ആരൊക്കെ ഉണ്ട്? അതായത് നമ്മുടെ വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് ഇല്ലേ, അതിനെ നമ്മൾ എടുക്കും. സൈൻ കൊടുക്കാൻ എടുക്കണേ. ഇവിടെ എന്താണ്? +4, ഇവിടെ എന്തുണ്ട്? -3 ഉണ്ട്. ഇവിടെ ആരുണ്ട്? +3 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് മെട്രിക്സ് ആക്കി എഴുതും. എന്ത് വരും? 4 -3 3 7. ഓക്കെ, ഇൻറ്റു ബാക്കി ഏതൊക്കെ വേരിയബിൾ ആണ്? വേരിയബിൾസിനെ അടുത്ത മെട്രിക്സ് ആക്കിയിട്ട് എഴുതാം. കോളം മെട്രിക്സ് ആക്കിയിട്ട് എഴുതണേ. XY ആണോ? XY എന്ന് പറയുന്നതല്ലേ മെട്രിക്സ് ഉള്ളത്. പിന്നെ നമ്മുടെ ഈക്വൽ ടുന്റെ അപ്പുറത്ത് കിടക്കുന്ന ആരൊക്കെയാണ്? 11 ഉണ്ട്, -11 ഉണ്ട്. അപ്പൊ അതിന് ഈക്വൽ ടു 11 -11. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. നമ്മൾ അതിനെ എന്തായിട്ട് എഴുതും? ഒരു മെട്രിക്സ് ഇതാക്കിയിട്ട് എഴുതും. അപ്പോൾ ഇതൊന്ന് നോക്കി നോക്ക്. ഇതിപ്പോ ശരിക്കും സപ്പോസ് ഞാൻ ഇതിനെ ഒരു മെട്രിക്സ് എ എന്ന് വിളിക്കുകയാണ്. ഇതിന് ഞാൻ മെട്രിക്സ് എക്സ്, ഇതാണല്ലോ നമ്മുടെ വേരിയബിളിന്റെ മെട്രിക്സ്. അതുകൊണ്ട് നമ്മൾ വേരിയബിൾസിനെ റെപ്രസെന്റ് ചെയ്യാൻ എക്സ് തന്നെ ഉപയോഗിക്കുന്നു. ഈക്വൽ ടു ഇതിനെ സംതിങ് ബി എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഇത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? എ ഇൻറ്റു എക്സ്. ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന രൂപത്തിലല്ലേ. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആ വേരിയബിൾ എന്താണെന്നാണ്. വേരിയബിൾ എന്താന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എക്സ് കണ്ടുപിടിച്ചാൽ പോരെ? എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എ ഇവിടുന്ന് പോകണം. എ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ ഈ പുറത്ത്. അപ്പോൾ ഇവിടെ ഈക്വൽ ടുന്റെ ഒരു പുറത്ത് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് പുറത്തും ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു എ ഉണ്ട്. അപ്പോൾ ഒരു എ ഇൻവേഴ്സ് കൂടെ വരും. ആണോ? ഇവിടെ എന്ത് വരും? ഇവിടെയും ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇതെന്താവും? I ആവും. I into x equal to A inverse into B ആണോ? ഇനി I എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് ഏതൊരു മെട്രിക്സിനെ വിളിച്ചാലും ആ മെട്രിക്സ് തന്നെ കിട്ടും. അപ്പോൾ x equal to A inverse into B. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ മതി നമുക്ക് ഈ സിസ്റ്റത്തെ സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇത് ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു മാത്രം. ഇത് ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ മാത്രം ഈ സൈഡിൽ എടുത്തെഴുതുന്നുണ്ട്. നമുക്ക് വേണ്ടത് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പോൾ നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് ആരായിട്ടാണ് നമ്മൾ ഇവിടെ എടുത്തത്? ഇതാണ് കേട്ടോ നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. 4 - 3 3 7. അപ്പോൾ നമ്മൾ ഇതിനെ എ ആയിട്ട് എടുത്തു. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പൊ നമുക്ക് ഇനി ആരെ കാണണം? എ ഇൻവേഴ്സ് കാണണം. അപ്പൊ എ ഇൻവേഴ്സ് കാണണമെങ്കിൽ നമ്മൾ മൈനറും കോഫാക്ടറും കാണാം. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് സിമ്പിൾ വഴിയുണ്ട്. ഇതിനെ എന്താ
ഇതിനെ രണ്ടിനെ ഇന്റർചേഞ്ച് ചെയ്യും. ഇവിടെ സൈന് മാറ്റിയിട്ടൊക്കെ ഇട്ടിട്ട് ബൈ ഡിറ്റർമിനന്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അറിയുന്നവർക്ക് അത് ചെയ്യാം, അല്ലാത്തവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള വഴിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള വഴി. അപ്പൊ നമ്മള് മൈനർ കാണും, കോഫാക്ടർ കാണും, എന്നിട്ട് കോഫാക്ടർ മെട്രിക്സ് കാണും. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്ത അഡ്ജോയിന്റ് കിട്ടും. ഓക്കെ, ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ കൂടെ ഇവിടെ അറിയണേ. എ ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജോയിന്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അഡ്ജോയിന്റും കാണും ഡിറ്റർമിനന്റും കാണും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഡിറ്റർമിനന്റ് കണ്ടുനോക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ത് വരും? 4 into 7. ഓക്കെ, 4 into 7 minus 3 into 3. ക്ലിയർ ആണോ? അപ്പോ 28 plus 9 എന്ന് വരും. ഓക്കെ, എന്ത് വരും? 37 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ 37 എന്തല്ല, 0 ആണെങ്കിലേ നമുക്ക് ഇൻവേഴ്സ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ 0 ഒന്നല്ല, അപ്പൊ ഇവിടെ ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് കാണണം? അഡ്ജോയിന്റ് കാണണം. ഓക്കെ, അഡ്ജോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കുക. അപ്പൊ ആരൊക്കെ കാണണം ഇനി? M11, M12, M21, M22 കാണും. അതേമാതിരി അപ്പൊ മൈനർ ഒന്ന് ആദ്യം പറയാം, പിന്നെ കോഫാക്ടർ കൂടെ കാണാം. ഓക്കെ, അപ്പോ M11 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 4 ഉള്ള റോയും കോളം ഒഴിവാക്കി, ബാക്കി ആരുണ്ട്? 7 ഉണ്ട്. M12 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ട്? -3 ഉള്ള റോയും കോളം ഒഴിവാക്കി, ബാക്കി എന്തുണ്ട്? 3 ഉണ്ട്. M21 എന്ന് വെച്ചാൽ ഈ 3 ഉള്ള റോയും കോളം ഒഴിവാക്കി, ബാക്കി ആരുണ്ട്? -3 ഉണ്ട്. M22 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഉള്ള റോയും കോളം ഒഴിവാക്കി, ബാക്കി ആരുണ്ട്? 4 ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി കോഫാക്ടർ C11, C12, C13, C14 എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? നമ്മുടെ കോഫാക്ടർ -1 raised to 1 plus 1, അതായത് -1 raised to 1 2 into 7. അപ്പോ ഈവൺ പവർ ആണെങ്കിൽ സൈൻ മാറൂല, ഓഡ് പവറിന് മാത്രമേ സൈൻ മാറൂ. 1 plus 2 ഓഡ് ആണ്, അപ്പോൾ സൈൻ മാറും, -3 ആയി. അതേമാതിരി ഇത് 21 ആണ്, സോറി 21 ആണ്, ഇവിടെ എന്താണ്? 22 ആണ്, ഇതേ മാറിയതാണ്. അപ്പൊ 21 വരുമ്പോ എന്താവും? സൈന് മാറും. അപ്പൊ -3 ഉള്ളത് 3 ആവും. ഇവിടെ 4 ഉള്ളത് 2 plus 2 4 ആണ്, ഈവൻ തന്നെയാണ്, അപ്പൊ സെയിം സൈൻ വരും. ഇനി നമുക്ക് കോഫാക്ടർ മെട്രിക്സ് ഒന്ന് എഴുതി വെക്കാം. അപ്പോ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത് മെട്രിക്സ് എന്ന് പറയുന്നത് എന്ത് വരും? ഈ ഒരു മെട്രിക്സ് 7 -3 3 4. അപ്പൊ നമുക്ക് ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജോയിന്റ് ഓഫ് എ കിട്ടും. ആണോ? അപ്പൊ അഡ്ജോയിന്റ് ഓഫ് എ എന്ത് വരും? ഇതിന്റെ ട്രാൻസ്പോസ് 7 3 -3 4 എന്ന് വരും. അപ്പൊ നമുക്ക് ഇനി എന്ത് എഴുതാം? എ ഇൻവേഴ്സ് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടി. എ ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് 1 by ഡിറ്റർമിനന്റ് 1 by 37 into ഇപ്പൊ കിട്ടിയ ഈ അഡ്ജോയിന്റ് ഓഫ് എ അങ്ങനെ എഴുതിക്കൂടെ? നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു 7 3 -3 4. ഇക്വേഷൻ എന്തായിരുന്നു? ഇതാണ് എ ഇൻവേഴ്സ് അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എ. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് എക്സ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ മെട്രിക്സ്. ഓക്കെ, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് എഴുതാം. അപ്പോ എക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഏത് മെട്രിക്സ് ആയിരുന്നു? XY എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പൊ എ ഇൻവേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എ ഇൻവേഴ്സ് എന്തായിരുന്നു? 1 by 37 into 7 -3 3 4 എന്ന് വരും. ഓക്കെ, ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സ് ആരൊക്കെയായിരുന്നു? 11 -1 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആരൊക്കെ വരും? 1 by 37 ഇവിടെ കിടക്കട്ടെ. ഈ മെട്രിക്സിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതെന്താണ്? ഇതൊരു 2 cross 2 മെട്രിക്സും ഇതാരാണ്? ഒരു 2 cross 1 മെട്രിക്സും. അപ്പൊ ആൻസർ കിട്ടുന്നത് ആരായിരിക്കും? ഒരു 2 cross 1 മെട്രിക്സ് തന്നെ ആയിരിക്കും. ആണോ? അപ്പൊ അത് രണ്ടും കൂടി രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 cross 1 മെട്രിക്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ടാവും? ഒരു 2 എലമെന്റ് ഉണ്ടായിരിക്കും. 2 എലമെന്റ് കണ്ടുപിടിച്ചാൽ മതി. നോക്കാം ആ 2 എലമെന്റ് എന്താ വരിക നോക്കാം. അപ്പൊ ജസ്റ്റ് ഇവിടെ ചെയ്ത് നോക്കുന്നുണ്ട്. മായ്ക്കാം, ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് മായ്ക്കാം. അപ്പൊ എന്ത് വരും? 7 into 11. ഓക്കെ, 7 into 11 എന്ന് വെച്ച് കഴിഞ്ഞാൽ 77 -3 എന്ന് വരും. ആണോ? 77 -3 എന്താവും? 74 എന്നാവും. അപ്പൊ ഇവിടെ എന്ത് വരും? 74. ഓക്കെ, അതേമാതിരി -3 into 11 എന്ന് വെച്ച് കഴിഞ്ഞാൽ -33 എന്നാവും. അതേമാതിരി +4 into -1, അപ്പൊ -4, അപ്പൊ -37 എന്നാവും കേട്ടോ. അത് ഇവിടെ അടുത്ത് എന്ത് വരും? -37. അപ്പൊ ഇതിനെ നമുക്ക് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൂടാ. അപ്പൊ എന്ത് വരും? 74 by 37 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 -37 by 37 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ നമുക്കിപ്പോ കിട്ടിയത് എന്താണ്? ഇതൊക്കെ മായ്ച്ചു കളയുന്നുണ്ട്.
അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ് ശ്രദ്ധിച്ചോട്ടോ, ഇനി എഴുതാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോ. അപ്പൊ നമുക്ക് ഇവിടെ നോക്ക് ഇപ്പൊ നമുക്ക് കിട്ടിയത് LHS ഉണ്ടായിരുന്നത് ഈ ഒരു മെട്രിക്സ്, നമുക്ക് RHS കിട്ടിയത് 2 - 1 എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മെട്രിക്സിനെ നമുക്ക് ഈക്വൽ ആക്കി എഴുതാം. അപ്പൊ therefore എന്ത് വരും, therefore x equal to 2 y equal to -1 ആണ് ഇതിന്റെ സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമുക്കൊരു 3x3 മെട്രിക്സിന്റെ കാര്യം കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. 3x3 അതായത് 3 വേരിയബിളും 3 ഇക്വേഷനും വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക, അത് എങ്ങനെ ചെയ്തെന്നുള്ള സ്റ്റെപ്പ് മനസ്സിലാക്കുക. ഇത് തന്നെയാണ് 3x3 കേസിലും വരിക. അവിടെ ആകുമ്പോൾ 3x3 മെട്രിക്സ് വരും. അപ്പൊ കുറച്ചുകൂടെ പണി ഉണ്ടാവും, ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. സെയിം വർക്ക് തന്നെയാണ്, പക്ഷെ അവിടെ മെട്രിക്സ് 3x3 ആവും. അപ്പൊ അതിനനുസരിച്ചുള്ള വർക്കിലുള്ള മാറ്റം. അപ്പൊ നമുക്ക് ആ ഒരു എക്സാമ്പിളിലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമന്റിൽ അറിയിക്കുക. ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ, എന്താണ്, ഇങ്ങനെ എടുത്താൽ മതിയോ, കണ്ടിന്യൂ ചെയ്താൽ മതിയോ എന്നുള്ളതൊക്കെ കമന്റിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.